ഇപ്പൊ രാമൻ അവനവൻ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവനവൻ കൊടുത്തിട്ടുള്ള ഓത്തുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞയച്ചത് കൊണ്ട് പോകുന്നു. പക്ഷെ ലക്ഷ്മണൻ എന്തിനാ കാട്ടുപോയത്? നല്ലൊരു ബ്രദർ, അത്രയല്ലേ ഉള്ളൂ. ഇനി ലക്ഷ്മണൻ അങ്ങനെയാന്ന് വിചാരിക്കുക, ലക്ഷ്മണന്റെ വൈഫ് എന്തിനാ കഷ്ടപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? അപ്പോൾ ഒരു ജന്മത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബ്രദറിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട്, രാമനെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മണൻ ചെയ്താൽ, അടുത്ത ജന്മത്തിൽ എന്താവും? കൃഷ്ണന്റെ ബ്രദറായിട്ട് ആര് വരണം? ലക്ഷ്മണൻ വരണം. അതാരാന്നറിയോ? ബലരാമൻ. അപ്പോ ബലരാമൻ എപ്പോഴും ടോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൃഷ്ണൻ നല്ല മനുഷ്യനാണ്, പക്ഷെ ബലരാമൻ സ്ഥിരം കള്ളും കുടിച്ച് ആടി നടക്കും. ജ്യേഷ്ഠൻ എന്നാണ് പേര് തന്നെ അദ്ദേഹത്തിന്റെ. അപ്പൊ സ്ഥിരമായിട്ട് എന്ത് കാര്യങ്ങളെയും വഴക്ക് പറയാനും. അപ്പൊ ഒരു ജന്മത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്തായിട്ട് മാറും? ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ പറയുന്നതാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതോ ഒരു സങ്കല്പത്തിൽ ആരോ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോൾ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്.